മുല്ലപ്പെരിയാറിൽ പുതിയ ഡാമെന്ന ആവശ്യം ശക്തമാക്കി കോൺഗ്രസ് എംപിമാർ. മുല്ലപ്പെരിയാർ ജലബോംബെന്ന് ഡീൻ കുര്യാക്കോസ് എംപി പറഞ്ഞു. കോൺഗ്രസ് എംപിമാർ ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. ജനങ്ങൾ അപകടത്തിലാണെന്നും കേന്ദ്രം ഉടൻ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യമുണ്ട്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് മുല്ലപ്പെരിയാർ ഡാം വീണ്ടും സജീവ ചർച്ചയാകുന്നത്. എംപിമാരായ ഡീൻ കുര്യാക്കോസ്, ഹൈബി ഈഡൻ, ബെന്നി ബെഹനാൻ എന്നിവർ വിഷയത്തിൽ ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമീപത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്നും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പഴക്കം ചെന്ന ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നും ഡീൻ കുര്യാക്കോസ് എംപി ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ പാസാക്കിയിട്ടുള്ള ഡാം സേഫ്റ്റി ആക്ടിനനുസരിച്ചുള്ള നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി രൂപീകരിച്ച് അതിൻ്റെ പരിധിയിലേക്ക് ഇങ്ങനെ തർക്കത്തിലുള്ള ഡാമുകളുടെ റണ്ണിങ്ങും മെയിൻ്റനൻസും സേഫ്റ്റി മെഷേഴ്സും അത് ഏറ്റെടുപ്പിക്കണം എന്നുള്ളതായിരുന്നു. നാളിതുവരെയും അത് ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ സൂപ്പർവൈസറി കമ്മിറ്റി കോംപ്രിഹെൻസീവ് സേഫ്റ്റി ഇവാലുവേഷൻ നടത്തണം എന്നുള്ള ജഡ്ജ്മെൻറ്റ് 2022 വന്നതാണ്. ഇതുവരെയും അത് നടന്നിട്ടില്ല. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റ് ഉണ്ടായിരുന്നിട്ടും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് അത്യധികം ആശ്ചര്യജനകവും ആശങ്കാജനകവുമാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ട ഒരു കാര്യമുണ്ട്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഡാം സേഫ്റ്റി ആക്ട് പാസ്സാക്കിയതിനു ശേഷം വളരെ വ്യക്തമായിട്ടുള്ള റോളുണ്ട്. സുരക്ഷാ പ്രശ്നങ്ങൾ മാത്രമല്ല, പരിസ്ഥിതി നാശവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി ഹൈബി ഈഡൻ പറഞ്ഞു. കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കാലപ്പഴക്ക ചെന്ന ഡാമിന്റെ സുരക്ഷ ആശങ്ക വർദ്ധിപ്പിക്കുകയാണെന്ന് ബെന്നി ബെഹനാൻ എംപി അഭിപ്രായപ്പെട്ടു. എന്നാൽ അടിയന്തര പ്രമേയങ്ങൾക്ക് സ്പീക്കർ ഓം ബിർള അനുമതി നിഷേധിച്ചു. റിപ്പോർട്ടർ, ദില്ലി.